നമസ്കാരം, ഞാൻ നിവേദിത ജി നായർ, 6ഡിയിൽ പഠിക്കുന്നു. ഇന്ന് ജൂലൈ 5, വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. കഥകൾ പറഞ്ഞു പറഞ്ഞ് സ്വയം കഥയായി മാറിയ ഇതിഹാസം. പെണ്ണുങ്ങളുടെ തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെന്ന് എഴുതിയ ചൊറിയുന്നിടത്ത് മാന്തുന്നതാണ് ലോകത്ത് വെച്ച് ഏറ്റവും സുഖമെന്ന് പറഞ്ഞ, അച്ചടി ഭാഷയിൽ സംസാരിച്ചതിന് ഉമ്മയുടെ തവിക്കടിയേറ്റ മലയാളത്തിന്റെ സ്വന്തം ബഷീറിനെ നമ്മൾ എങ്ങനെ മറക്കാനാണ്? ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട, ഏറ്റവും ജനകീയനായ, മലയാള സാഹിത്യത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ അത്ഭുത പ്രതിഭയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഇമ്മിണി വലിയ ഒന്ന്. നർമ്മം തുളുമ്പുന്ന ഭാഷയ്ക്കുള്ളിൽ മർമ്മസ്പർശിയായ സങ്കടങ്ങളെ ഒളിപ്പിച്ചുകൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച മഹാപ്രതിഭ. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ കായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുവിന്റെയും മകനായി ജനനം. കരുണയായിരുന്നു ബഷീറിന്റെ ഭാഷ. ആടും കോഴിയും കാക്കയും പൂച്ചയും എന്തിന് തേരട്ടയെ പോലും കഥാപാത്രമാക്കാൻ ആ വലിയ കഥാകാരന് കഴിഞ്ഞു. അനുഭവങ്ങളായിരുന്നു ബഷീർ സാഹിത്യത്തിന്റെ എല്ലാം. 6 വയസ്സുകാരനെയും 60കാരനെയും ഒരുപോലെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന എഴുത്ത് ബഷീറിന്റെ കൈവശാവകാശത്തിൽപ്പെടുന്നു. ഹാസ്യം കൊണ്ട് ബഷീർ വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. പാത്തുമ്മയുടെ ആട്, തേന്മാവ്, വിശ്വവിഖ്യാതമായ മൂക്ക്, പ്രേമലേഖനം, മതിലുകൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ചിലതാണ്. വള്ളത്തോൾ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തെ 1982 ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു. 1994 ജൂലൈ 5 ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പുറത്തിറങ്ങിയ അതേ പുതുമയോടെ തന്നെ വായിക്കപ്പെടുന്നു.